നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാന ബിജെപിയിലെ വോട്ട് പുള്ളറാണ് ശോഭ സുരേന്ദ്രൻ. പാർട്ടിക്ക് വലിയ സ്വാധീനമില്ലാതിരുന്ന ആറ്റിങ്ങൽ, ആലപ്പുഴ ലോക്സഭാ മണ്ഡലങ്ങളിൽ വോട്ട് വിഹിതം കുത്തനെ ഉയർത്താൻ കഴിഞ്ഞു. ഇത് കണ്ട് CPM നേതൃത്വം ഞെട്ടിയിരിക്കുകയാണ്. 2014 ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ ബിജെപിക്ക് 90,000 വോട്ടുകളാണ് ഉണ്ടായിരുന്നത്. 2019 ശോഭ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയായതോടെ മണ്ഡലത്തിലെ വോട്ട് 1.5 ലക്ഷത്തിലധികമാണ് വർദ്ധിച്ചത്. 2,48,081 വോട്ടാണ് നേടിയത്. അത് കണ്ട് BJP നേതാക്കൾ പോലും അസൂയപ്പെട്ടു. 11% വോട്ട് ശതമാനം 25-നോടടുത്ത് ഉയർത്താൻ ശോഭയ്ക്കായി. ഇത് അവരുടെ വ്യക്തിപ്രഭാവം കൊണ്ട് മാത്രമാണ്. അതാണ് സംസ്ഥാന നേതൃത്വത്തിലുള്ള പലരും ഞെട്ടിച്ചത്. K. സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷനായതോടെ ശോഭയെ ഒതുക്കിയിരുന്നു. ഇത് മനസ്സിലാക്കിയ ശോഭ പൊതുപ്രവർത്തനത്തിൽ നിന്ന് വിട്ടുനിന്നിരുന്നു. പാർട്ടി പരിപാടികളിലും യോഗങ്ങളിലും പങ്കെടുത്തിരുന്നില്ല. തുടർന്ന് ദേശീയ നേതൃത്വം ഇടപെട്ട് അനുനയ ശ്രമങ്ങൾ നടത്തിയെങ്കിലും പാളിയിരുന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറിയായിരുന്ന ശോഭ സുരേന്ദ്രനെ K. സുരേന്ദ്രൻ അധ്യക്ഷനായ ശേഷം വൈസ് പ്രസിഡന്റാക്കിയത് അവരെ വല്ലാതെ ചൊടിപ്പിച്ചിരുന്നു. അതിനിടെ മുസ്ലിം ലീഗിനെ NDA മുന്നണിയിലേക്ക് ക്ഷണിച്ചതും വിവാദമായി. K. സുരേന്ദ്രൻ ഇതിനെ തള്ളിക്കളഞ്ഞിരുന്നു. 2020 നവംബറിൽ പാർട്ടി പ്രസിഡന്റ് K. സുരേന്ദ്രൻ തനിക്കെതിരെ വ്യക്തിപരമായും രാഷ്ട്രീയ ഗൂഢാലോചന നടത്തിയെന്ന് ശോഭ ആരോപിച്ച് ദേശീയ അധ്യക്ഷൻ JP നദ്ദയ്ക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷയ്ക്കും ഒരു പരാതി നൽകിയിരുന്നു. ആലപ്പുഴയിൽ ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 6%-ലധികം വോട്ടാണ് ശോഭ സുരേന്ദ്രൻ BJPക്ക് വേണ്ടി പാരിക്കൂട്ടിയത്. 1,87,000 വോട്ടിൽ നിന്ന് 2,99,000 വോട്ടുകളാണ് നേടിയത്. ഇത് BJPയുടെ ആലപ്പുഴ ജില്ലയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വോട്ട് വിഹിതമാണ്. വോട്ടെണ്ണലിന്റെ ഒരു ഘട്ടത്തിൽ KC വേണുഗോപാലിനെയും ശോഭ പിന്നിലാക്കിയിരുന്നു. ഈ ക്രൗഡ് പുള്ളിംഗ് ദേശീയ നേതൃത്വത്തിന് വലിയ ഇഷ്ടമായി. കാരണം പുന്നപ്രയും വയലാറും അടങ്ങുന്ന വിപ്ലവ മണ്ണിൽ BJPക്ക് നേട്ടം കൊയ്യാനാകുമെന്ന് ശോഭ കാട്ടിക്കൊടുത്തു. ദല്ലാൽ നന്ദകുമാർ ശോഭയ്ക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടും ഇത്രയധികം വോട്ട് നേടാനായത് രാഷ്ട്രീയ നിരീക്ഷകരെ പോലും ഞെട്ടിച്ചിരുന്നു. അങ്ങനെയാണ് ഇന്ന് നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് ശോഭയും ക്ഷണിച്ചിരിക്കുന്നത്. കേരളത്തിൽ നിന്ന് മറ്റു നേതാക്കളെ ആരും അങ്ങനെ ക്ഷണിച്ചിട്ടില്ല. ഇത് സംസ്ഥാനത്തെ പല നേതാക്കളെയും ഞെട്ടിച്ചു. ദേശീയ തലത്തിൽ ഉന്നത സ്ഥാനം അല്ലെങ്കിൽ കേന്ദ്രമന്ത്രി പദവി എന്നിങ്ങനെയാണ് ശോഭയ്ക്ക് ലഭിക്കാൻ പോകുന്നതെന്ന് അറിയുന്നു. മഹാരാഷ്ട്രയിലും UPയിലും ശോഭ നടത്തിയ തെരഞ്ഞെടുപ്പ് പരിപാടികളിൽ വലിയ ജനക്കൂട്ടമുണ്ടായിരുന്നു. ശബരിമല സമരത്തിൽ അറസ്റ്റ് വെച്ച് പ്രമുഖ വനിതാ നേതാക്കളിൽ ഒരാളായിരുന്നു ശോഭ. തീപ്പൊരി പ്രസംഗവും സംഭാഷണ ശൈലിയുമാണ് ശോഭയുടെ കരുത്ത്. എതിരാളികളായാലും സ്വന്തം പാർട്ടിയിലുള്ളവരായാലും ശോഭയുടെ നാവിന്റെ മൂർച്ച അറിയാത്തവർ കുറവാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ എത്രയോ തവണ അതിരൂക്ഷമായ വിമർശനങ്ങൾ നടത്തിയിരിക്കുന്നു. ആരെയും ഭയക്കാത്ത കൂസാത്ത നേതാവാണ് ശോഭയെന്ന് ഏവർക്കും അറിയാം. അതുകൊണ്ട് ശോഭയെ സംസ്ഥാന അധ്യക്ഷയാക്കിയാലും അത്ഭുതപ്പെടാനില്ല. സംസ്ഥാന BJPയിൽ ഗ്രൂപ്പ് പോര് ശക്തമാണ്. പഴയ നേതാക്കൾക്ക് പോലും വേണ്ടത്ര പരിഗണന നൽകുന്നില്ല. മറ്റ് പാർട്ടികളിൽ നിന്ന് ചേക്കേറിയവർക്ക് അമിത പ്രാധാന്യം നൽകുന്നെന്ന ആരോപണം CK പത്മനാഭൻ ഉൾപ്പെടെ ഉയർത്തിയിരുന്നു. അതുകൊണ്ട് ശോഭ പ്രസിഡന്റായാൽ പണ്ടുമുതലേ പാർട്ടിക്കൊപ്പം നിന്നവർക്ക് പരിഗണന ലഭിക്കുമെന്ന് കരുതുന്നു. സുരേഷ് ഗോപി തൃശൂരിൽ മികച്ച വിജയം നേടിയതോടെ അദ്ദേഹത്തിനൊപ്പം പാർട്ടിയും പോകുമോ എന്ന ആശങ്ക പല നേതാക്കൾക്കുമുണ്ട്. ശോഭയും സുരേഷ് ഗോപിയും അടങ്ങുന്ന മറ്റൊരു നിര ഉയർന്നു വരുന്നത് പലരെയും ആശങ്കപ്പെടുത്തുന്നു. മറ്റേതെങ്കിലും സംസ്ഥാനത്ത് നിന്ന് ശോഭയെ രാജ്യസഭയിലേക്ക് എത്തിച്ചേക്കുമെന്ന വാർത്തകളും പുറത്തുവരുന്നുണ്ട്. കേരളത്തിലെ BJPയുടെ ചരിത്രത്തിൽ ശോഭയെ പോലെ കരുത്തയായ മറ്റൊരു വനിതാ നേതാവില്ല. സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ K. സുരേന്ദ്രന്റെ കാലാവധി അവസാനിക്കാറായി. അത് ശോഭയ്ക്ക് അനുകൂല ഘടകമാണ്. ശോഭ പിന്നോക്ക സമുദായ അംഗമായതിനാൽ ആ വിഭാഗത്തിലുള്ളവരെ BJPയിലേക്ക് കൂടുതൽ അടുപ്പിക്കാൻ കഴിയുമെന്ന് ദേശീയ നേതൃത്വം കരുതുന്നു. ആലപ്പുഴയിലും ആറ്റിങ്ങലിലും പിന്നാക്ക ദളിത് വിഭാഗക്കാരുടെ വോട്ടാണ് ശോഭ വാങ്ങിക്കൂട്ടിയത്. അതിൽ ഭൂരിപക്ഷവും CPMന്റെ വോട്ടുകളായിരുന്നു. കോൺഗ്രസിന്റെ വോട്ടുകളിൽ ഭൂരിപക്ഷവും BJP കൈയടക്കി കഴിഞ്ഞു. ഇനി CPMന്റെ അടിത്തട്ടിലെ വോട്ടുകൾ കൂടി നേടിയാൽ വലിയ മുന്നേറ്റം നടത്താനാകും. BJPയുടെ വളർച്ച CPMനെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. അതിന് തടയിടാൻ അവർക്കിനി കഴിയുമെന്ന് തോന്നുന്നില്ല. ശോഭയെ പോലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും വിശ്വാസമുള്ള നേതാക്കളെയാണ് BJP ദേശീയ നേതൃത്വം പരിഗണിക്കുന്നത്. അതുകൊണ്ട് എല്ലാ കണ്ണുകളും ശോഭയിലേക്കാണ് ഉറ്റുനോക്കുന്നത്. പാർട്ടിയിലായാലും മറ്റു പാർട്ടികളിലായാലും സംസ്ഥാന BJPയുടെ ഭാവി ഒരുപക്ഷെ ഇനി ശോഭയുടെയും സുരേഷ് ഗോപിയുടെയും കൈകളിലായിരിക്കും. അല്ലാതെ പച്ചയ്ക്ക് വർഗീയത വിളമ്പുന്നവരെ കേരളം സ്വീകരിക്കില്ലെന്ന് നേതൃത്വത്തിന് മനസ്സിലായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.